സൗന്ദര്യവത്കരണത്തിനും ജനങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സാധ്യമാകുന്നിടങ്ങളിലെല്ലാം കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്ന ആശയവുമായാണ് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെയുള്ള പാലങ്ങളുടെ അടിവശത്ത് ഉപയോഗമില്ലാതെ കിടക്കുന്ന ഭൂമിയിൽ നിർമ്മാണങ്ങൾ നടത്തി കളിസ്ഥലങ്ങൾ, ജിം, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പാർക്കുകൾ, ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ ഒരുക്കിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ആകെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്റ്റാണ് കൊല്ലം റെയിൽവേ ഓവർബ്രിഡ്ജ് ബ്യൂട്ടിഫിക്കേഷൻ. സർക്കാർ റെസ്റ്റ് ഹൗസുകളുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ ദീർഘദൂര യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന കംഫർട്ട് സ്റ്റേഷനുകളും നിർമ്മിക്കാനും തീരുമാനമായെന്നും കൊല്ലം റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിവശ സൗന്ദര്യവത്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. രണ്ട് കൈ നീട്ടി പൊതുവെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കുന്നു. പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു പ്രശ്നം, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അമ്മമാർ, സഹോദരിമാർ മുന്നോട്ട് വെച്ചത് ദീർഘദൂര യാത്രക്കാർക്ക് ബാത്റൂം സൗകര്യം റോഡ് മാർഗം പോകുന്നവർക്കില്ല എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാറിലോ ബസ്സിലോ മറ്റോ പോകുമ്പോഴുള്ള പ്രശ്നം, പെട്രോൾ ബങ്കിനെ ആശ്രയിക്കണം, അല്ല ചില ഹോട്ടലുകളെ ആശ്രയിക്കണം. കേരളത്തിൽ ഇങ്ങനെയുള്ള യാത്ര ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാനാകുന്ന നിലയിലേക്ക് കംഫർട്ട് സ്റ്റേഷനുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കാനുള്ള പദ്ധതിയുടെ ചർച്ച വിജയകരമായി പൂർത്തീകരിച്ചു. അതും നമുക്ക് വ്യാപകമായി നടപ്പിലാക്കാൻ ഭാവിയിൽ സാധിക്കും എന്നുള്ളത് ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ ഡിസൈൻ പോളിസി രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. ഹാപ്പിനെസ് സൂചികയിൽ 1-ാം സ്ഥാനമാണ് കേരളം ലക്ഷ്യം വെക്കുന്നത്. ദീപാലംകൃത പാലം പദ്ധതി ആദ്യമായി ഫാറൂഖ് പാലത്തിൽ നടപ്പിലാക്കി പ്രധാന വിനോദ സന്ദർശക ഇടമാക്കാൻ സാധിച്ചുവെന്നും മറ്റിടങ്ങളിലേക്കും ഈ പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. എം. നൌഷാദ് എം.എൽ.എ. അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ മേയർ പ്രസന്ന എൻ.എസ്. മുഖ്യാതിഥിയായി. KTIL ചെയർമാൻ S.K. സജീഷ്, കൊല്ലം ജില്ലാ കളക്ടർ N. ദേവിദാസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി സോമൻ എന്നിവരും പങ്കെടുത്തു. സി മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.